Hi guys and welcome back to Best Capic Safety Series. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് റെനോ കൈഗറിന്റെ ഒരു പുതിയ ആക്സിഡന്റ് ആണ്. കൈഗർ നമുക്കറിയാം കുറച്ചു കാലം മുമ്പാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ഇറങ്ങിയത് ആൻഡ് മാഗ്നൈറ്റിന്റെ അത്ര സക്സസ്ഫുൾ അല്ലെങ്കിലും മോശമില്ലാത്ത സെയിൽസ് ഈ വാഹനത്തിനും ഒരു മാസം കിട്ടുന്നുണ്ട്. 2000 മുകളിൽ എന്തായാലും ഉണ്ട്. ഇനി ഇതിന്റെ ആക്സിഡന്റിലേക്ക് വരുമ്പോൾ ആക്ച്വലി ഇത് റീസെന്റ് ആയിട്ട് നടന്നൊരു ആക്സിഡന്റ് ആണ് ആൻഡ് ഐ തിങ്ക് ഇത് തന്നെയാണ് കൈഗറിന് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ആദ്യത്തെ ഒരു ആക്സിഡന്റ്. ഇനി ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് വരാനാണെങ്കിൽ ഇതൊരു ബ്രാൻഡ് ന്യൂ കൈഗർ തന്നെയാണ്. ആസ് യു നോ കൈഗർ ഇറങ്ങിയിട്ട് തന്നെ ഒരുപാട് കാലമായിട്ടില്ല, സോ എന്തായാലും ബ്രാൻഡ് ന്യൂ തന്നെ ആയിരിക്കുമല്ലോ. ഇനി ഇതിൻ്റെ ഈ വാഹനം ആക്ച്വലി ഓൾമോസ്റ്റ് 35 to 40 km/h സ്പീഡിൻ്റെ ഇടയിൽ ഒരു കോമ്പൗണ്ട് വോളിലേക്കാണ് പോയിടിച്ചിരിക്കുന്നത്. കോമ്പൗണ്ട് വോൾ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു അധികം സ്പീഡിലല്ല, ഓൾമോസ്റ്റ് 30 to 40 km/h സ്പീഡിൻ്റെ ഇടയിലായിരിക്കും ഈ ഒരു ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു സ്പീഡ് വെച്ച് നോക്കുമ്പോൾ യെസ് ഡാമേജസ് കുറച്ച് കൂടുതലാണ്, ബട്ട് സ്റ്റിൽ ഡാമേജസ് എന്തായാലും കൂടുതലായിരിക്കും. കാരണം ഒരു വാഹനം എന്ന് പറയുമ്പോൾ എന്തായാലും അതിൽ ക്രംബിൾ സോൺസ് ഉണ്ട്. സോ ക്രംബിൾ സോൺസ് ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുമ്പോൾ തന്നെ ഇമ്പാക്റ്റ് എല്ലാം അബ്സോർബ് ചെയ്ത് അതിനെ അകത്തിരിക്കുന്ന പാസഞ്ചേഴ്സിനെ സേഫ് ആക്കാനേ നോക്കുള്ളൂ. ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ അകത്തിരിക്കുന്ന പാസഞ്ചേഴ്സ് എന്തായാലും സേഫ് ആണ്, ബട്ട് ഇതിൻ്റെ എക്സ്റ്റീരിയർ ബോഡിയിൽ അത്യാവശ്യം നല്ലോണം തന്നെ ഡാമേജസ് വന്നിട്ടുണ്ട്. ഈ ഒരു 35-40 km/h സ്പീഡിൽ നടന്നിരിക്കുന്ന ഒരു ആക്സിഡൻ്റ് ആണ് എന്ന് ആക്ച്വലി തോന്നുന്നില്ല. കാരണം മറ്റുള്ള വാഹനങ്ങളൊക്കെ വെച്ച് നോക്കാനാണെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം, ഞാനിവിടെ നെക്സോണിൻ്റെ ഒരു ആക്സിഡൻറ്റിൻ്റെ ഇത് കാണിച്ചു തരാം, ഒരു ഫോട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ ഒരു ആക്സിഡൻറ്റിൽ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നെക്സോണും ഒരു അമ്പലത്തിലേക്ക് പോയി ഇടിച്ചിരിക്കുകയാണ്. അമ്പലം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെയുള്ള അമ്പലങ്ങൾ പോലെയല്ല, ഇത് ഇന്ത്യയിൽ നടന്നിരിക്കുന്നതാണ് ബട്ട് കേരളത്തിലല്ല, അതുകൊണ്ടൊരു ചെറിയ അമ്പലമാണ്. അപ്പോൾ അങ്ങനെ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചപ്പോഴും ഏകദേശം ഈ ഒരു സ്പീഡിൽ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അവിടെ നെക്സോണിനാകെ വന്ന ഡാമേജസ് എന്ന് പറയുന്നത് അതിൻ്റെ ബമ്പറിലാണ്, വേറെ കാര്യമായിട്ടുള്ള ഇഷ്യൂസ് ഒന്നും അവിടെ വന്നിട്ടില്ല. ഈ വാഹനത്തിൻ്റെ ആക്ച്വലി ഹെഡ്ലൈറ്റ്സ് പോയി, അതുപോലെ തന്നെ ഫ്രണ്ട് ബമ്പർ പോയി, ഗ്രില്ല് പോയി ആൻഡ് ഈവൻ ഹുഡ് ആണെങ്കിലും ബെൻഡ് ആയിട്ടുണ്ട്. സോ ഒരുപാട് ഡാമേജസ് ഈ ഒരു സ്പീഡിൻ്റെ ലിമിറ്റ് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ക്യാബിൻ ഇൻടാക്റ്റ് ആണ് എന്ന ഒരു അർത്ഥം വെച്ച് നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇത് അൺസേഫ് ആണ് എന്നെനിക്ക് ഒരൊറ്റ വീഡിയോയിലൂടെ തെളിയിക്കാൻ പറ്റില്ല. കാരണം വെറും 35 മുതൽ 40 km/h സ്പീഡിൻ്റെ ഇടയിലാണ് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിരിക്കുന്നത്. ആൻഡ് ഈവൻ ഇനി 40 km/h സ്പീഡ് തന്നെ എടുത്തോ, ആക്ച്വലി ഗ്ലോബൽ എൻക്യാപ്പ് ക്രാഷ് ടെസ്റ്റ് നടത്തുന്നത് തന്നെ 64 km/h സ്പീഡിലാണ്. അപ്പോൾ ഓൾമോസ്റ്റ് 60+ എങ്കിലും സ്പീഡ് ഇല്ല എന്നുണ്ടെങ്കിൽ, അതായത് ആക്സിഡൻറ്റ് സംഭവിക്കുന്ന വാഹനത്തിന് അറ്റ്ലീസ്റ്റ് 60 km/h സ്പീഡെങ്കിലും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് സേഫ് ആണോ അൺസേഫ് ആണോ എന്നപ്പോൾ അനലൈസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഗ്ലോബൽ എൻക്യാപ്പ് നടത്തുന്ന ക്രാഷ് ടെസ്റ്റാണ് 64 km/h സ്പീഡിലാണ്. ആ ഒരു സ്പീഡിൽ നടത്തുമ്പോഴാണ് മിക്കവാറും ഈ വാഹനത്തിൽ നടക്കുന്ന, അതായത് ക്യാബിനിലേക്ക് ഇമ്പാക്ട് എത്തുന്നുണ്ടോ അല്ലെങ്കിൽ എക്സ്റ്റീരിയർ ബോഡി ഷെല്ലിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ വാഹനം സ്റ്റേബിൾ ആണോ ആക്സിഡൻറ്റ് സംഭവിക്കുമ്പോൾ, ഇതൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. ഈ ഒരു ചെറിയ ആക്സിഡൻറ്റ് സംഭവിക്കുമ്പോൾ പൊതുവേ ക്യാബിൻ ഇൻടാക്റ്റ് തന്നെയായിരിക്കും. മറ്റുള്ള വാഹനങ്ങളാണെങ്കിലും ഈവൻ ബലേനോ ആണെങ്കിലും സ്വിഫ്റ്റ് ആണെങ്കിലും ഒക്കെ ഈ ഒരു 35-40 km/h സ്പീഡിൻ്റെ ആക്സിഡൻറ്റിൽ ബോഡി ഷെല്ല് ഡാമേജ് ആയി പോകും, ഫുള്ള് തകർന്നു പോകും. പക്ഷേ എന്നാലും ക്യാബിൻ ഇൻടാക്റ്റ് ആയിരിക്കും ഒരു 40 km/h സ്പീഡിൻ്റെ ചെറിയ മൈനർ ആക്സിഡൻസിലൊക്കെ. സോ ഈ ഒരു ആക്സിഡൻറ്റിൻ്റെ കൺക്ലൂഷനായിട്ട് എനിക്കിപ്പോൾ തൽക്കാലത്തേക്കൊന്നും പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്? അതായത് നിങ്ങൾ ഈ വാഹനത്തെ സേഫ് ആയിട്ടാണോ അതോ അൺസേഫ് ആയിട്ടാണോ കാണുന്നത് എന്ന് നിങ്ങൾ എന്തായാലും കമൻറ്റ്സിൽ അറിയിച്ചോളൂ. എന്തായാലും മാഗ്നൈറ്റ് എന്ന് പറയുന്ന ഒരു വാഹനം 4 സ്റ്റാർ ഏഷ്യൻ എൻക്യാപ്പിൽ സേഫ്റ്റി റേറ്റഡ് ആണ്. 4 സ്റ്റാർ എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ഒരു നല്ല സേഫ്റ്റി റേറ്റിംഗ് തന്നെയാണ്. 3 സ്റ്റാർ ആണെങ്കിൽ ഒരു ആവറേജ് ആണ്. ആൻഡ് 4 സ്റ്റാർ എന്ന് പറയുമ്പോൾ ഏഷ്യൻ എൻക്യാപ്പിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം ഇന്ത്യൻ സ്പെക് മോഡൽ തന്നെയാണ് ഏഷ്യൻ എൻക്യാപ്പിൽ ക്രാഷ് ടെസ്റ്റ് വന്ന് ജയിച്ചിരിക്കുന്നത്. ഓക്കെ, പക്ഷേ മാഗ്നൈറ്റിലൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ മാഗ്നൈറ്റിൽ കുറച്ചധികം സേഫ്റ്റി ഫീച്ചേഴ്സ് ഉണ്ട്. ഇപ്പോൾ VDC, അതായത് വെഹിക്കിൾ ഡൈനാമിക് കൺട്രോൾ ആണെങ്കിലും ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റം ആണെങ്കിലും ബ്രേക്ക് സിസ്റ്റം ആണെങ്കിലും ഈവൻ വേറെ കുറച്ച് ഫീച്ചേഴ്സ് ആണെങ്കിലും ഹിൽ ഹോൾഡ് ആണെങ്കിലും ഒക്കെ, ഹിൽ ഹോൾഡ് അല്ല ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് ആണ്. അതിന് ഈ ക്രാഷ് ടെസ്റ്റിൽ വലിയ ബന്ധമൊന്നുമില്ല, ബട്ട് സ്റ്റിൽ ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് എന്നൊക്കെ പറയുന്നത് ഡ്രൈവേഴ്സിന് കൺവീനിയൻസ് കൂട്ടുന്ന കുറച്ച് ഫീച്ചേഴ്സാണ്. അപ്പോൾ ഇങ്ങനത്തെ ഫീച്ചേഴ്സൊക്കെ മാഗ്നൈറ്റിലുള്ളതുകൊണ്ട്, ഇപ്പോൾ പ്രത്യേകിച്ച് VDCയും അതുപോലെ തന്നെ ബ്രേക്ക് സിസ്റ്റം ഇതുപോലുള്ള ഫീച്ചേഴ്സൊക്കെ മാഗ്നൈറ്റിലുള്ളതുകൊണ്ട് ഹൈ സ്പീഡിൽ വാഹനം അൺസ്റ്റേബിൾ ആവാതെ ഈ സേഫ്റ്റി ഫീച്ചേഴ്സിന് നിർത്താൻ പറ്റും. അതുകൊണ്ട് തന്നെ ഒരു പടി മുന്നിലായിരിക്കാം മാഗ്നൈറ്റിൻ്റെ സേഫ്റ്റി. ബട്ട് നമ്മൾ ഈ പറയുന്ന മാഗ്നൈറ്റിലാണെങ്കിൽ പോലും 60 km/h+ സ്പീഡിൽ നടന്നൊരു ആക്സിഡൻറ്റിൽ ഓണറിൻ്റെ, അതായത് അതിൻ്റെ അകത്തിരുന്ന പാസഞ്ചറിൻ്റെ കാലിൽ ഫ്രാക്ചർ വന്നിട്ടുണ്ടായിരുന്നു. സോ ഹൈ സ്പീഡ് ആക്സിഡൻറ്റിൽ മാഗ്നൈറ്റിൻ്റെ ലോവർ ബോഡി, അതായത് നമ്മുടെ അകത്തിരിക്കുന്ന പാസഞ്ചേഴ്സിൻ്റെ പ്രത്യേകിച്ച് ഡ്രൈവറിൻ്റെ ലോവർ ബോഡി അത്ര സേഫ് ആയിരുന്നില്ല. സോ അതുപോലൊക്കെ തന്നെ ആയിരിക്കാം കൈഗർ. കാരണം ഈ രണ്ട് വാഹനങ്ങളും CMFA+ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ ബേസ് ചെയ്തിരിക്കുന്നതാണ്. എൻ്റെ കൈഗറിൽ കുറച്ച് കോസ്റ്റ് കട്ടിംഗ് ഒക്കെ വരുത്തി കുറച്ച് സേഫ്റ്റി ഫീച്ചേഴ്സൊക്കെ അവർ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് എന്ന് മാത്രം. പിന്നെ ആകെ കൈഗറിൽ പറയാനുള്ളത് ഇതിൽ 4 എയർ ബാഗ്സ് ഉണ്ട് എന്നതാണ്. മാഗ്നൈറ്റിൽ ആകെ 2 ഉള്ളൂ. ബട്ട് സ്റ്റിൽ റിയൽ ലൈഫ് കണ്ടീഷൻസിൽ ഈ 2 അഡീഷണൽ എയർ ബാഗ്സ്, ഈ 2 അഡീഷണൽ എയർ ബാഗ് എന്ന് പറയുന്നത് നീ എയർ ബാഗ് അല്ലെങ്കിൽ കട്ടൺ എയർ ബാഗ്സ് ഒന്നും അല്ല, ജസ്റ്റ് സീറ്റിൻ്റെ ഇടയിൽ നിന്ന് വരുന്ന ഒരു പ്രൊട്ടക്ഷൻ ടൈപ്പ് എയർ ബാഗ്സ് ആണ്. അതുകൊണ്ട് റിയൽ ലൈഫിൽ വലിയ ഉപയോഗം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അത്ര വലിയൊരു ഉപയോഗം അതിൽ റിയൽ ലൈഫ് ആക്സിഡൻസിൽ വരേണ്ട ആവശ്യമില്ല. കട്ടൺ എയർ ബാഗ്സ് ഒക്കെ ആയിരുന്നെങ്കിൽ ഓക്കെ, അത്യാവശ്യം നല്ല എയർ ബാഗ്സ് തന്നെയാണ്. ബട്ട് ഇത് ഒരു ആവറേജ് എയർ ബാഗ്സ് ആണ്. റിയൽ ലൈഫ് കണ്ടീഷൻസ് എടുക്കാനാണെങ്കിൽ അത്ര കാര്യമായിട്ടുള്ള ഇഞ്ചുറീസിൽ നിന്ന് ഈ 2 എയർ ബാഗ്സ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റിയെന്ന് വന്നേക്കാൻ സാധ്യതയില്ല.
എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാൻ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഒരു ബെസ്റ്റ് കാപ്പിക് സേഫ്റ്റി സീരീസിൻ്റെ ഭാഗമായിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെസ്റ്റ് കാപ്പിക് സേഫ്റ്റി സീരീസിൻ്റെ ഭാഗമാവുക. ഇതുപോലുള്ള വാഹനങ്ങളുടെ ലേറ്റസ്റ്റ് ആക്സിഡൻസിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.